അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ന് ജോലിക്ക് പോകുന്ന എല്ലാവരെയും ഈശോനാമത്തെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. യാത്ര തുടങ്ങിയ അവസാനം വരെ നിൻ്റെ നിനക്ക് ആകുലത ഉണ്ടാക്കാൻ സാധ്യതയുള്ള വ്യക്തികളെ കർത്താവ് വഴിമാറ്റി വിടുകയും വേസ്റ്റായിട്ടുള്ള ടോക്കുകൾ ഉണ്ടാവാതിരിക്കാൻ കർത്താവ് നിന്നെ ബന്ധിക്കട്ടെ. നിൻ്റെ മനസ്സിനെ ഭരിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളെ കണ്ടുമുട്ടാതിരിക്കാനും ആ സിറ്റുവേഷൻ ഒഴിവാകാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ. അഥവാ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നീ വിശ്വപ്രമാണം ചൊല്ലിക്കൊണ്ട് സ്വർഗസ്ഥനായ ചൊല്ലിക്കൊണ്ട് മനസ്സിൽ ഈ ദുരിത സാഹചര്യങ്ങളിൽ നിന്ന് നീ വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. ജോലി യാത്ര, പരീക്ഷയ്ക്കുള്ള യാത്ര, പരീക്ഷാ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജോലി ഇൻ്റർവ്യൂവിൻ്റെ സമയം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ നല്ല റിസൾട്ട് നിനക്ക് വരാൻ ഈ റിസൾട്ട് കാത്തിരിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവെ, ഈ മഴയുടെ കാലവും വെള്ളത്തിൻ്റെ ശല്യവും രോഗത്തിൻ്റെ പെരുപ്പവും മനസ്സിൻ്റെ ഇടർച്ചയും ഉറക്കമില്ലാത്ത അവസ്ഥയും കുടുംബത്തിൻ്റെ ദുരിതങ്ങളും കർത്താവ് ആരെല്ലാം എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നുവോ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പുതപ്പ് എൻ്റെ ഉള്ളിലാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജോലി തേടി പോകുന്നവർ, കുടുംബത്തിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നവർ, സാമ്പത്തിക ക്ലേശവും കടവും അനുഭവിക്കുന്നവർ, മനസ്സിൽ വല്ലപാടും ചത്താൽ മതിയെന്ന് പോലും പൈശാചികമായിട്ട് ചിന്തിച്ചു പോകുന്നവർ, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവർ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കൃപാസനം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടാൻ മറിയാം പരിശുദ്ധ അമ്മ നിന്നെ സഹായിക്കട്ടെ. ഇന്ന്
പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ഇന്ന് ആശുപത്രി പോകുന്നവർ, ഇന്ന് ടെസ്റ്റിന് പോകുന്നവർ, ടെസ്റ്റിൻ്റെ റിസൾട്ടിന് പോകുന്നവർ, ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസിന് പോകുന്നവർ, അതിൻ്റെ ടെസ്റ്റിന് പോകുന്നവർ, കർത്താവെ എല്ലാവരെയും നിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ ഇന്ന് തുടക്കം കുറിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ വീടായിരിക്കാം, ചിലപ്പോൾ വീട് വെക്കുന്നതാകാം, ചിലപ്പോൾ കട്ട്ല വെക്കുന്നതാകാം, ചിലപ്പോൾ അടിത്തറ ശില പാകുന്നതാകാം. കർത്താവെ എന്തു തന്നെയായാലും ഇന്ന് കയറിപ്പുറതിയുള്ളവരാകാം. അങ്ങനെയുള്ള എല്ലാ മേഖലകളും, വിവാഹം അന്വേഷിക്കുന്ന ഉൾപ്പെടെ, അടിയന്തരങ്ങൾ നടക്കുന്ന ഉൾപ്പെടെ, നിൻ്റെ വീട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, നീയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ ജീവിതവും ജീവിത ചുറ്റുപാടുകളും സഹപ്രവർത്തകരും സഹസഞ്ചാരികളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വരെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ റിൻസി ജോസഫ് എന്ന് പറഞ്ഞ മോള് സാക്ഷ്യപ്പെടുകയായിരുന്നു. നല്ലൊരു രസമുള്ള സാക്ഷ്യമാണ് ഈ ദിവസം. അപ്പം അവർക്ക് 4ാമത്തെ കുഞ്ഞിനെ വേണം. അപ്പോൾ അവർ പ്രഗ്നൻ്റ് ആയപ്പോൾ മാതാവിൻ്റെ അടുത്ത് അവർ ഉടമ്പടി, നല്ല പക്ക ഉടമ്പടിയിലാണ്. മാതാവിനോട് പറഞ്ഞ് മാതാവ് ഇതിൽ ആൺകുഞ്ഞെ കൊള്ളാമെന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചതാണ്. പക്ഷേ അമ്മയോടൊക്കെ ഇങ്ങനെ ഉടമ്പടി ത്രൂ കമ്മ്യൂണിക്കേഷനുള്ള ആ സ്റ്റേജിലെത്തിയായിരുന്നു. അപ്പം അമ്മ രാത്രി ഇവളോട് സംസാരിച്ചു, നിനക്ക് ആൺകുഞ്ഞാണ് ലഭിക്കാൻ പോകുന്നത്, അവൻ്റെ പേരിൽ അവന് എൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നീ അവന് മിഖായേൽ മറിയം എന്ന് പേരിടണമെന്ന് പറഞ്ഞു. നമ്മൾ ആൾക്കാർക്കൊക്കെ പേരിടുന്നില്ലേ? അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശുദ്ധന്മാരുടെ പുണ്യാളന്മാരുടെയൊക്കെ പേരിടുമായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷണം ലഭിക്കാനാണ്, ആ വിശുദ്ധൻ്റെ സംരക്ഷണം ലഭിക്കാനാണ്. നമ്മളുടെ ഒരു 1970 ശേഷമുള്ള 75 ശേഷമുള്ള മാതാപിതാക്കന്മാർക്ക് എവിടെയോ വെച്ച് സഭയിൽ നല്ലൊരു ഗ്യാപ്പ് വന്നായിരുന്നു. ഞാൻ ആ കാലങ്ങളിലൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഓർക്കുന്നുണ്ട്, പള്ളികളിൽ ആളൊക്കൊന്നും ഇല്ലായിരുന്നു, ആൾ കുറവായിരുന്നു. അപ്പോഴെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സഭയിൽ ലോകാരൂപികൾ കൂടിയായിരുന്നു. പിന്നീട് കാരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വന്നപ്പോഴാണ് ഈ പഴയ അരൂപി തിരിച്ചു വരാൻ തുടങ്ങിയത്. പഴയ അരൂപിലേക്ക് സഭ തിരിച്ചു വരാൻ പറ്റും. ഇതൊക്കെ നമ്മൾ നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മാതാപിതാക്കന്മാരെല്ലാം അൺക്രിസ്ത്യൻ പേരുകളാണ് മക്കൾക്കിട്ടത്. അത് അവർ വളർത്തുന്ന പട്ടിയുടെ പേര് വരെ ഇട്ടിട്ടുള്ളവരുണ്ട്. അവർ വളർത്തണമെന്നല്ല, അറിയാത്തില്ല, ഒരു പേരിട്ട് വെക്കും. എന്തെങ്കിലും തിരക്ക് പിടിച്ച് വരുമ്പോൾ ഏതെങ്കിലും ഒരു പട്ടിയുടെ പേരായിരിക്കും. അത്രയും വളരെ മോശമായി പോയായിരുന്നു. അല്ല, അത് പേരിൻ്റെ അകത്ത് എന്ത് കാര്യമുണ്ടെന്നല്ല, അതിൻ്റെ അകത്ത് ജാതിയും വർഗീയതയൊന്നും അല്ല പ്രശ്നം. അതായത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് ആ വിശുദ്ധൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വിശ്വാസം പോയൊരു തലമുറയാണ് അവിശ്വാസമായ പേരുകൾ ഇട്ടത്. അത് ഇപ്പോൾ ഇന്ന് മാത്രം പല പേരുകളും നോക്കുമ്പോൾ ഇപ്പോൾ അവർ ക്രിസ്ത്യനാണ് ചേർക്കാൻ വേണ്ടി അപ്പൻ്റെ പേരോട് ചേർത്തായിടണത് എന്തൊരു ബാധ്യതയാണ്. അപ്പൻ്റെ പേരോട് ചേർത്താൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളത് ക്രിസ്ത്യൻ പേരാണെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വന്ന ഒത്തിരി ഒരു 2000 ശേഷം ബിബ്ലിക്കായിട്ടുള്ള പേരുകൾ വന്നിട്ടുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ ക്രിസ്ത്യാനാണോ നോൺ ക്രിസ്ത്യാനോ അറിയത്തില്ലെങ്കിലും ആ പേര് ബിബ്ലിക്കലായിരിക്കും. അത് നല്ലൊരു ശതമാനം പേരും അങ്ങനെ വിശ്വാസത്തിൻ്റെ വെളിച്ചം പോലുള്ള പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് അങ്ങനെയല്ല. ഈ റിൻസി ജോസഫ് മാതാവ് പറയണത് അവൻ ആൺകൊച്ചാണെങ്കിലും അവന് മറിയോ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. കാര്യം എന്തിനാണ്? എൻ്റെ സംരക്ഷണം ലഭിക്കാനാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര 2 വിഷയമാണ്. ഇനി റിൻസി ജോസഫിൻ്റെ വിശ്വാസ നിലവാരം 2 സ്ഥലത്ത് വെച്ച് ഇങ്ങനെ വിറങ്ങലിക്കണ കാണാം. ഒരു പ്രാവശ്യം വിറങ്ങലിച്ചെന്ന് പറയണത്, ഈ കൊച്ചിനെ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയും ഇതിൻ്റെ സ്പൈനൽ കോഡ് കാണാനില്ല, അതുകൊണ്ട് ഇത് പെങ്കൊച്ചകാരാണ് സാധ്യത എന്ന് പറയും. അപ്പോൾ ഇവൾ ഉടനെ ഡെസ്പായിട്ട് മാതാവിനോട് പറയും, മാതാവ് ഞാൻ നിന്നോട് ആൺകൊച്ചല്ലേ ചോദിച്ചതെന്ന് പറയും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ആശുപത്രിയുടെ സ്കാനിങ് റൂമൊക്കെ ചാര കളറായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ വിശ്വാസം ഇല്ലാത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ബ്ലിങ്കിങ് ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നുന്നു. അങ്ങനെയല്ല, വിശ്വാസിയുടെ അനുഭവത്തിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്?
അപ്പോൾ ഈ റിൻസി പറയണത് ഇൻക്ലൂഡിങ് ദ കർട്ടൻ ക്ലോത്ത് ഇതെല്ലാം സിൽവർ ഗ്രേ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ആ സെക്കൻഡിൽ വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ ഫൈനൽ കോഡ് കാണുകയും ഇത് ആൺകുഞ്ഞാണെന്ന് ഡോക്ടർ പറയുകയും ചെയ്യും. അപ്പോൾ അവൾ പറയണത്, ആ കുട്ടി പറയണത്, മാതാവ് എൻ്റെ ആശങ്കകൾ കേട്ട് നേരിട്ട് അവിടെ സഞ്ചാരി മാതാവ് എത്തിയാണ് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയണം. പക്ഷേ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ നേരത്തെ പറഞ്ഞായിരുന്നു അവൻ്റെ പേര് മിഖായേൽ മറിയോന്നാണ്. അപ്പോൾ ഇവൾക്ക് വേറൊരു പ്രശ്നം വന്നായിരുന്നു. മിഖായേൽ ഓക്കെയാണ്, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവർക്കും 6 ചേർത്തുള്ള പേരാണ്. അപ്പോൾ ദൈവമായിട്ട് ഗുസ്തിയാണ്. ഒരു പേരുണ്ടാക്കി അതിനെ ഋതം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞ് ഇതാണ് നമുക്ക് വരുന്ന പ്രശ്നമേ. ദൈവം ആലോചനയൊന്നും ചെയ്യത്തില്ല, സ്വന്തമായിട്ട് അങ്ങോട്ട് കീച്ചു. എന്നിട്ട് അതിൻ്റെ അകത്ത് ആ പാളത്തെ കയറി സ്റ്റിക്ക് കാണിച്ചിട്ട് കിടക്കും, ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ച് കിടക്കും. അമ്മ പറഞ്ഞ അവരൊരു മിഖായേലാണ്. അപ്പോൾ ഇവർ പറഞ്ഞ് 6 ആണല്ലേ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും, എങ്ങനെയാണ് മിഖായേൽ 6 അപ്പോൾ ഇവർക്ക് അത് ശരിയാണോ, എനിക്ക് കേട്ടതാണോ എന്ന് അറിയാൻ പറ്റാതെ ഇവർ വിശ്വാസപ്രമാണം ചൊല്ലി വചനം എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അവൻ മിഖായേൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗം കിട്ടി. ആ ഫസ്റ്റ് കിട്ടി. അപ്പോൾ അവർക്ക് ബോധ്യമായി അമ്മയാണ് അത് ചെയ്തതെന്ന്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റിൻസി ഒരു 90% ഉടമ്പടിയിലാണ്. ഈ 90% ഉടമ്പടിയിലാകുമ്പോഴാണ് ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷൻസ് വരണത്. ഇപ്പോൾ നമ്മളെപ്പോഴും നിങ്ങൾ ഉടമ്പടികളിൽ പുതുക്കുമ്പോഴേ, നിങ്ങൾ പുതുക്കുമ്പോൾ പേപ്പർ പുതുക്കിയ നിറം മാറ്റണമല്ല പ്രശ്നം, മറിച്ച് ഉടമ്പടി അതനുസരിച്ച് വളർന്നു വരുന്നവർ ദൈവാനുഭവത്തിലും ദൈവസാക്ഷ്യത്തിലും വളരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു വളർച്ച എന്നൊക്കെ വേണം. അല്ലാതെ നിങ്ങളിപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അവർ പറയണത് ജോലി കിട്ടാനാണ്, അതുപോലെ തന്നെ ബാങ്ക് ലോൺ കിട്ടാനാണ് ഉടമ്പടി എടുക്കുന്നത്. അതിന് ബാങ്കിൽ പോയാൽ പോരെ, അതുപോലെ തന്നെ വിസ പുതുക്കാനാണ്. നിങ്ങൾ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉടമ്പടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് ആ നിയോഗം നിറവേറുന്നുണ്ട്. പക്ഷേ ദൈവമായിട്ട് അവർക്ക്, എൻ്റെ മക്കളെ, ദൈവം തന്നെയായിരിക്കണം നിയോഗത്തിൻ്റെ ഉടമ്പടി ഏറ്റവും വലിയ നിയോഗം. റിൻസി ജോസഫിന് സാക്ഷ്യം പറയാൻ ഭയങ്കര ചളിപ്പായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അത് പരസ്യമായിട്ട് പറഞ്ഞാൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് അമ്മ അവൾക്കൊരു വചനം കാണിച്ചു കൊടുത്തു. ഏതാണെന്നറിയാമോ? അത് അവൾക്കത് പരസ്യമായിട്ട് സാക്ഷ്യം പറയാനുള്ള എങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ട് വചനം കാണിച്ചു കൊടുത്തു. പ്രഭാഷണം 15 എടുത്ത് അവൾ അവന് അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകാം. സമൂഹമധ്യേ സംസാരിക്കാൻ, അതാണ് വിഷയം. സമൂഹമധ്യേ സംസാരിക്കാൻ അവന് കഴിവ് നൽകും. അപ്പം നമ്മൾ പബ്ലിക് സ്പീച്ച് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ശരിക്കും അത് നമുക്ക് കൊടുത്തു. അവൾ ടിക്കറ്റ് പോലെ സാക്ഷ്യം പറഞ്ഞ കേൾക്കാം. എൻ്റെ പേര് അംബിക. ഞാൻ കോട്ടയം ജില്ലയിലെ തലനാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. നവംബർ 19 വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ മോൻ ജന്മനാലെ ഒരു കാശ് പേഷ്യൻ്റാണ്. അതിന് മുമ്പേ എൻ്റെ നാത്തൂൻ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. ഒക്ടോബർ 12 വന്ന് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് മോന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടായി 6 മാസം പ്രായമായപ്പോൾ മോൻ ന്യൂമോണിയ വന്ന് ഞങ്ങളോട് ഇത് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് മോന് ഹൃദയത്തിന് ഒരു ഹോളുണ്ട്, പിന്നെ ഹൃദയത്തിലേക്ക് പാസ് ചെയ്യുന്ന ഞരമ്പ് ഒന്നുമില്ല, അതുകൊണ്ടൊക്കെയാണ് മോനിങ്ങനെ ശ്വാസം മുട്ടലും പനിയും ഒക്കെ ഉണ്ടായതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 വയസ്സ് വരെ മോൻ ഇന്ന് ശ്വാസം മുട്ടലും പനിയും എല്ലാം ആയിരുന്നു. അത് കഴിഞ്ഞ് 15-20 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് മോന് ശ്വാസതടസ്സം ഉണ്ടായത്. ഞങ്ങളന്ന് ഈരാറ്റുപേട്ട ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മോന് ഓക്സിജൻ താന്നു പോയി, ഒരുപാട് താന്ന് 35 ഉള്ളൂ, അതുകൊണ്ടൊക്കെയാണ് മോനിങ്ങനെ ശ്വാസതടസ്സം ഉണ്ടായത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നുകൊണ്ട് പെട്ടെന്ന് ICU കയറ്റിയിട്ടൊന്നും മോന് ഓക്സിജൻ ലെവൽ കയറുന്നില്ലായിരുന്നു. തീർത്തും അങ്ങ് അവശതയായി പോയായിരുന്നു എൻ്റെ മോന്. അത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ മോൻ ICU കിടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സിസ്റ്റർ എനിക്ക് ഈ അമ്മ മാതാവിൻ്റെ പേപ്പർ എനിക്ക് തന്നു. ചേച്ചി മോൻ ICU കിടക്കുകയല്ലേ, ചേച്ചി ഇത് കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മോന് സൗഖ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റൂമിൽ പോയിരുന്ന പത്രം കൊണ്ടുവച്ച് മാതാവിനോട് കരഞ്ഞ് വിളിച്ച് അപേക്ഷിച്ചു, മാതാവേ എനിക്ക് എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ, അവനെ എനിക്ക് തിരിച്ചു തരണം, അവനില്ലാതെ എനിക്കൊരു ജീവിതമില്ലാന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ ഒരുമാതിരിയൊക്കെ നോർമലായി. എങ്കിലും ഓക്സിജൻ മാസ്ക് മാറാൻ പറ്റത്തില്ലായിരുന്നു. ഒരു 5 മിനിറ്റ് പോലും ഓക്സിജൻ മാസ്ക് ഇല്ലാതെ എൻ്റെ മോന് ശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. സ്വയം ശ്വസിക്കാനുള്ള ശേഷി എൻ്റെ മോന് പോയായിരുന്നു. വാൽവ് മൊത്തം ചുരുങ്ങിപ്പോയിട്ട് മോൻ ആകെപ്പാടെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച അവിടെ കിടന്ന്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എൻ്റെ മോൻ അവസ്ഥ ഇനി എങ്ങനെയാണ്? അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി മോൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രയും കാലം ഓക്സിജൻ മാസ്ക് വെച്ചോണ്ട് വേണം കിടക്കാൻ. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി പോയി. 26 വയസ്സേ ഉള്ളൂ എൻ്റെ മോന്.
അത്രയൊന്നും എൻ്റെ മോൻ ഇപ്പോഴേ ഓക്സിജൻ മാസ്ക് വെച്ചുകൊണ്ട് എത്ര നാൾ കിടക്കുന്നൊക്കെ ഓർത്ത് ഞങ്ങൾക്ക് ആകെപ്പാടെ എൻ്റെ കരഞ്ഞു വിളിച്ചുള്ള സമയങ്ങളായിരുന്നു എനിക്കങ്ങ്. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോകുക, എത്ര പണമായാലും വേണ്ടിയാലും നമുക്ക് എങ്ങനെയായാലുമൊക്കെ പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പലരോടും അന്വേഷിച്ച് എവിടെയാണ് നല്ലൊരു ഹോസ്പിറ്റലുള്ളത്. അപ്പം ഞങ്ങൾ എൻ്റെ അനിയത്തിയുടെ കമ്പനിയിലെ ബോസാണ് പറഞ്ഞത്, ഇങ്ങനെ ആസ്ട്ര മെഡിസിറ്റി എന്ന് പറഞ്ഞ് എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ നമുക്കൊന്ന് കൊണ്ടുപോയി കാണിക്കാം, ഡോക്ടർ എന്താ പറയുന്നതെന്ന് അറിയാമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. ഞാൻ പോയില്ല, എൻ്റെ മോന് വയ്യാതെ കിടന്നുകൊണ്ട് ഞാൻ പോയില്ല. എൻ്റെ അനിയത്തിയും ആങ്ങളെയും കൂടെ പോയി ഡോക്ടറെ പോയി കണ്ടു. മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, എൻ്റെ മോനെ 12ാമത്തെ വയസ്സിൽ അമൃത ഹോസ്പിറ്റലിൽ നോക്കിയ ഡോക്ടർ തന്നെ അന്നത്തെ ദിവസം അവിടെ ചാർജ് എടുത്തു. ഞങ്ങളൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ടായി. അങ്ങനെ ആ ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ എൻ്റെ കൊച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഭയങ്കര കൂടുതലായല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് മോനെ നേരത്തെ സർജറി ചെയ്തില്ല എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലായിരുന്നു സാറേ, ഞങ്ങൾക്ക് ആരും സഹായിക്കാനൊന്നുമില്ല, ഞങ്ങൾ തീരെ പാവങ്ങളാണ്, ഞാനൊരു വീട്ടിൽ ജോലിക്ക് പോയാണ് എൻ്റെ കൊച്ചിനെ വളർത്തുന്നത്, എനിക്ക് ഹസ്ബൻഡ് ഇല്ല. അങ്ങനെ ഞാനിങ്ങനെ നടന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമുക്കൊന്ന് നോക്കാം, ഞാൻ പല ഡോക്ടർമാരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, എന്നിട്ട് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, ഡോക്ടറെ അവൾക്ക് അവളുടെ മോൻ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കാം എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൊച്ചിനെയും കൊണ്ട് വാ, ആംബുലൻസേ വേണം ഞങ്ങൾക്ക് പോകാൻ, ഓക്സിജൻ മാസ്ക് വെച്ച് വേണം, ഓക്സിജൻ 5 മിനിറ്റ് പോലും ഓക്സിജൻ മാസ്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് പോയി. ഒരു ദിവസം അവിടെ അഡ്മിറ്റായി ഞങ്ങൾ എക്കോയെ എടുത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് കൊച്ചിന് ഹൃദയത്തിലേക്കുള്ള ചെറിയ ഞരമ്പുകളെല്ലാം പ്രവർത്തനരഹിതമായി പോയി. അവിടെ കൊച്ചിന് എന്തും സംഭവിക്കുക എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാടെ വിഷമമായിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ദിവസം കഴിഞ്ഞ് അഡ്മിറ്റായി. പിറ്റേ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് സർജറിയുടെ ദിവസം അറിയിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചു, ഇങ്ങനെ ഒക്ടോബർ 30-ാം തീയതി നിങ്ങൾ വന്ന് അഡ്മിറ്റ് ആക്കുക, നമുക്ക് ഡിസംബർ 1-ാം തീയതി ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങൾക്ക് പൈസ എവിടുന്ന് ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെയും ഞങ്ങളെ മാതാവ് രക്ഷിച്ചു. മോന് സർജറിക്ക് വേണ്ടി പൈസ ഞങ്ങളെല്ലാം ഓരോരുത്തരും ഞങ്ങൾക്ക് തന്ന് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ പൈസ എല്ലാം ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി. നവംബർ 30-ാം തീയതി ഞങ്ങൾ അഡ്മിറ്റായി. ഡിസംബർ 1-ാം തീയതി മോനെ സർജറി ചെയ്തു. ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നത് ഒന്നും തോന്നരുത്, ഈ ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. കാരണം മോൻ്റെ ചെറിയ ഞരമ്പുകളെല്ലാം പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. അപ്പോൾ ഈ ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഞരമ്പ് പൊട്ടി ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിൽക്കുകയില്ല, മോനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി എടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും ആശുപത്രിയിൽ തന്നെ ഞാൻ പുറത്തെങ്ങനെയോ ഇറങ്ങി. ഞാൻ വലിയ കരഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, എന്നെ സഹായിക്കണം, എൻ്റെ മോന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മോനെ ജീവനോടെ അല്ലാതെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകില്ല, അങ്ങനെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മുന്നേ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. എനിക്ക് എൻ്റെ മോനെ തിരിച്ചു തരണം, മോനില്ലാതെ എനിക്കൊരു ജീവിതമില്ല, അവനില്ലാത്ത ഭൂമി ഞാനും ജീവിച്ചിരിക്കുകയില്ലെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു. അവിടെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയശ്രീ നമ്മൾ കൈ എങ്ങനെ കൊണ്ട് വെക്കുന്നു അങ്ങനെ എനിക്ക് ഷെയ്ക്കാൻ്റെ തരുന്ന പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി എൻ്റെ വലത് കയ്യിൽ. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിച്ചപ്പോൾ ഞങ്ങളെ ഡോക്ടർ വിളിച്ചു. മോനൊരു കുഴപ്പമില്ല, എല്ലാം സർജറി എല്ലാം സക്സസ് ആയി, മോനെ വന്ന് കണ്ടുകൊള്ളാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ മോനെ പോയി കണ്ടു, മോനും ഞങ്ങളെ കണ്ടു. ഡോക്ടർക്ക് തന്നെ ഭയങ്കര അതിശയമായിപ്പോയി. എല്ലാം ഇതുപോലെ നോർമലായിട്ടുള്ള സർജറി ആദ്യമായിട്ട് ചെയ്യുവാന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സർജറി എല്ലാം കഴിഞ്ഞ് 3-ാം പക്കം ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു. ഇന്ന് ഈ നിമിഷം വരെ മോന് ഓക്സിജൻ മാസ്ക് വെക്കേണ്ടതായിട്ട് യാതൊന്നും വന്നിട്ടില്ല. മോന് സൗഖ്യപ്പെടുത്തി തന്നു മാതാവ്. അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി മാതാവിന്. പിന്നെ ഞങ്ങളെ ഒരു കൂട്ടുകാരത്തെ നിമിത്തമാണ് ഞങ്ങളിവിടെ വരുന്നത് തന്നെ. അങ്ങനെ ഞങ്ങളെ പിന്നെ അതിന് മുന്നേ ഒരു ദിവസം, ഞങ്ങൾ ഈ സർജറിക്ക് മുന്നേ ഒരു ദിവസം ഞാനും എൻ്റെ മോനും തനിച്ചേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ മുറ്റത്തുനിന്ന് കയറി വരുമ്പം ഒരു നിഴൽ രൂപം ഇറങ്ങിപ്പോകുന്നു എൻ്റെ കുഞ്ഞിൻ്റെ മുറിയുടെ ഭാഗം. അപ്പോൾ ഒരു ചാര നിറത്തിലുള്ള ഉടുപ്പ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ആളെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഓടി കയറി വന്ന് ഞാൻ നോക്കിയാൽ മോൻ നല്ല ഉറക്കമാണ്. അത് കഴിഞ്ഞ് മോനോട് ഞാൻ ചോദിച്ചു, മോനെ ഇപ്പോൾ ആരെങ്കിലും മുറിയിൽ വന്നായിരുന്നു ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാൻ ആരെയും കണ്ടില്ല എന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കുഞ്ഞിനെ കാണാൻ വന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം മോനെ കണ്ടു. ഞങ്ങളുടെ മുറ്റത്തോടെ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട്
ഒരു 10-11 മണി രാത്രിയായപ്പം അന്നും മോൻ പറഞ്ഞു, ആരാണ് നമ്മുടെ മുറ്റത്തോടെ വന്നമ്മേ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അന്നൊക്കെ മാതാവ് എൻ്റെ കുഞ്ഞിനെ കാണാൻ വന്നതാണ്. എൻ്റെ കുഞ്ഞൊക്കെ അന്നേരമൊക്കെ ഭയങ്കര ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു സമയമായിരുന്നു. ഓക്സിജൻ മാസ്ക് വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ കിടക്കുമ്പോൾ എങ്ങനെ സഹിക്കും? അതെല്ലാം ഞാൻ തരണം ചെയ്ത് എൻ്റെ മോനിപ്പോൾ സുഖമായിട്ട് ഇവിടെ വന്നു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ മോനെയും കൊണ്ട് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുകയുള്ളൂ, അതിനുള്ള അവസരം മാതാവ് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നത്. ഇന്ന് എൻ്റെ മോൻ ഒരു കുഴപ്പമില്ല. ഇനിയും ഒരു സർജറിയും കൂടെ ഉണ്ട്. അത് 75% കുഴപ്പമില്ലാന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതും എൻ്റെ മാതാവ് സർജറി ഇല്ലാതെ മാറ്റി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ 6 നിയോഗങ്ങളിൽ വെച്ചത് ഒരു കാര്യം മാതാവ് എനിക്ക് 2 കാര്യം സാധിച്ചു. എൻ്റെ കൂടപ്പറപ്പുകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ എല്ലാം മാറ്റി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾ തീർത്തും താഴ്ന്ന കുടുംബത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അതുമെല്ലാം ഒരുമാതിരി മാതാവ് മാറ്റി തന്നു. അങ്ങനെ ഒരുപാട് ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഹോസ്പിറ്റലിൽ മോനെ സർജറി ചെയ്ത് കിടന്ന സമയത്ത് മോന് യൂറിൻ പോകാതെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ തൈലവും കൊണ്ടുപോയി കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ച് മോന് യൂറിനൊക്കെ പോയി. അതുപോലെ ചങ്കിന് വേദന ഉണ്ടായി. അപ്പോഴും എല്ലാം ഞാൻ ഈ മാതാവിൻ്റെ രൂപം ഈ തൈലവും കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി മോൻ ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രാർത്ഥനയൊക്കെ എന്നും മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് മോൻ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. മാതാവിനും യേശുവിനും അവരുടെ 100,000 നന്ദി പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 10-ാം തിരുവചനമാണിത്. ഇത് കർത്താവ് മോശയോട് പറയുന്നതാണ്. ഇവിടെ ഉടമ്പടിയെടുത്ത മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നാം ഓരോ സാക്ഷ്യത്തിലൂടെയും കേൾക്കുക. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു തമ്പുരാൻ്റെ അടുത്തേക്കാണ്, ഒരു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്കാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ ഓടി വരിക. ഇവിടെ എങ്ങനെയാണ് ജന്മന ഹാർട്ട് സംബന്ധമായ വാൽവിന് പ്രോബ്ലം, ഒരു വാൽവ് പൂർണ്ണമായും ചുരുങ്ങി അല്ലേ, ഒരു വാൽവ് പൂർണ്ണമായും ചുരുങ്ങി, ഒരു വാൽവ് 75%. ആ അവസ്ഥയിലിരിക്കുന്ന കുഞ്ഞ് ഓക്സിജൻ മാസ്ക് കൂടാതെ ഈ കുഞ്ഞ് ജീവിക്കില്ല. ജീവിതകാലം മുഴുവൻ ഓക്സിജൻ മാസ്ക് വേണം. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ അൾത്താരയിൽ വന്ന് ഈ മകൻ തൻ്റെ അമ്മയോടൊപ്പം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ മകനെ അമ്മ ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ നടന്ന അവസ്ഥകൾ, അതിലൂടെ ഇവർ കടന്നു പോയത്, ഡോക്ടേഴ്സ് പറഞ്ഞത് എന്തുമാത്രം ക്രിട്ടിക്കലാണെന്ന്, ഇതെല്ലാം നാം സാക്ഷ്യത്തിലൂടെ കേട്ടതാണ്. അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ അതിന് ശേഷവും ഓപ്പറേഷന് ശേഷവും യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെയാണ് ഈ മകള് തൻ്റെ മകനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഫലമേൽപ്പിച്ച് എങ്ങനെ ഈ മകൻ്റെ ജീവനെ ഈ അമ്മ മേടിച്ചെടുത്തു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക. അതാണ് തിരുവചനം നമ്മോട് പറഞ്ഞത്. ഒരിടത്തും നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ് ഉടമ്പടി എടുക്കുക വഴി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അപ്പോൾ ഈ മക്കൾ ജ്ഞാനസ്നാനത്തിലൂടെ ഈശോയിലേക്ക് വന്ന മക്കളല്ല, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന മക്കളല്ല. എന്നാൽ ആരാണോ തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നത്, അതാര് തന്നെയായാലും അവർക്കെല്ലാം കൃപകൾ വർഷിക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു അമ്മയെയും ഈശോയെയുമാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഒരേ ഒരു കാര്യമേ അമ്മ പറയുന്നുള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുക എന്നാണ്. ഇത് വെറുതെ ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയാക്കി മാത്രം മാറ്റരുത്. ഇത് ചെയ്യുന്ന കുറേയേറെ പ്രവൃത്തികളാണ്, കാരുണ്യ പ്രവൃത്തികളാണ്. അത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോ കൃപകൾ വർഷിക്കുക. നമുക്ക് ഈ കുടുംബത്തെ, ഈ മകനെ നൽകി ഈ അമ്മയെ സമ്പന്നയാക്കിയ, അതായത് ഈ ഒരു മകൻ മാത്രമേ ഈ അമ്മയ്ക്കുള്ളൂ, ഈ മകനില്ലെങ്കിൽ ഈ അമ്മയില്ല. അങ്ങനെയാണ് പരിശുദ്ധ അമ്മയോട് പറയുക. എൻ്റെ മകനില്ലെങ്കിൽ ഞാനും ജീവിക്കില്ല എന്ന് അമ്മയോട് പറയുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ ഇവരുടെ വീട്ടിലേക്ക് എത്ര പ്രാവശ്യമാണ് സാന്നിധ്യമായി ഇവർക്ക് കൊടുക്കുക എന്നുള്ളതെല്ലാം ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേട്ടു. അമ്മ ഇവരെ പൊതിഞ്ഞു പിടിക്കുകയാണ്. ഈ മകന് ഇന്ന് ഓക്സിജൻ മാസ്കിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോഴിവിടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. നമുക്ക് ദൈവത്തെ ആരാധിക്കാം, കരങ്ങളടിച്ച് അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.